ഹായ് കൂട്ടുകാരെ, അപ്പം എല്ലാവർക്കും ശാലിനി കൂട്ടുകാരി വ്ളോഗ്സിലോട്ട് സ്വാഗതം. നമ്മൾ ഒത്തിരി നാളായിട്ടോ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഷോർട്സാണ് കൂടുതലും ചെയ്യണേ, സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ എന്തൊരു വീഡിയോ ചെയ്യാമെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ തോന്നിയതാണ് കേട്ടോ. അല്ലാതെ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഇത് ചെയ്യണം എന്ന് അങ്ങനെ അങ്ങ് വിചാരിച്ചതൊന്നുമല്ല. ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു, ഈ ഒരു ഇത് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത പറയാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 500 കഴിഞ്ഞട്ടോ. അപ്പം അതിൻ്റെ ഒരു സെലിബ്രേഷനൊന്നും ഉണ്ടായില്ല. ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു, പിള്ളേർ ഇവിടെ ഉണ്ടായില്ല, അതുകൊണ്ട് ചെയ്തില്ല. പിന്നെ ചെയ്തില്ല. ആ ഒരു സന്തോഷമുണ്ട്. അപ്പം ഈ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് പറയാം കേട്ടോ. ഇപ്പം 532 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സഹായിക്കണം. പിന്നെ ഞാൻ പറയാൻ വന്നത്, നമ്മളെപ്പോഴും പറയും, നമുക്കൊരു ഭാഗ്യമില്ല എന്ന് എപ്പോഴും പറയും. അതൊക്കെ നമുക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല എന്നൊക്കെ പറയും. അപ്പോൾ ഇന്ന് ഞാൻ പറയണത് വേറൊന്നുമല്ല, നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയണത് നമ്മുടെ അച്ഛനും അമ്മയാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരു ഭാഗ്യവും ഇല്ല. ഏറ്റവും കൂടുതൽ ഭാഗ്യം നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ കൂടെ ഉണ്ടോ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അവരെ നോക്കാൻ പറ്റണമെങ്കിൽ അതായാലും വലിയ ഭാഗ്യമാണ്, നമുക്ക് നമ്മുടെ അച്ഛനെ അമ്മേനെ നോക്കാൻ പറ്റണത്. അപ്പം നമ്മളെപ്പോഴും പറയുന്നത് നമുക്ക് ഭാഗ്യമില്ല. പക്ഷേ നമുക്ക് അവർ കൂടെ ഉള്ളപ്പോൾ നമുക്കതൊരു വലിയ ഭാഗ്യമായിട്ടൊന്നും നമുക്ക് തോന്നൂല. പക്ഷേ അവരാരെങ്കിലും ഇല്ലാതെ ആയി കഴിയുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ അച്ഛനും അമ്മയായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത്. അപ്പം ഈ ഭാഗ്യമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ച് നോക്കണം, നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടോ ഇല്ലേ എന്ന്. എപ്പോഴും ഞാൻ പറയണ കാര്യം, അച്ഛനും അമ്മയും അവരെ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കരുത്. അവരെ നമ്മൾ ചീത്തയൊക്കെ പറയും, ഇഷ്ടപ്പെടാത്തതൊക്കെ കാണുമ്പോൾ നമ്മൾ ചീത്തയൊക്കെ പറയും. മക്കളായാലും അച്ഛനായാലും അമ്മയായാലും ആരായാലും നമ്മൾ ചീത്തയൊക്കെ പറയും. അപ്പം അങ്ങനെയല്ല, ഒത്തിരി പേരിങ്ങനെ അച്ഛനെ അമ്മേനെയൊക്കെ നോക്കാതെ അനാഥാലയത്തിലൊക്കെ കൊണ്ട് കളയണവരൊക്കെ ഇല്ലേ. അപ്പം അവരുടെയൊക്കെ മൈൻഡ് ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കാറുണ്ട്, എന്താണ് അവർക്കൊക്കെ അങ്ങനെ തോന്നണേന്ന്. ഇപ്പം എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 9 മാസമായി. അപ്പം ഞാനെപ്പോഴും വിചാരിക്കും, ഒരു നിമിഷമെങ്കിലും നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലൊന്ന് വന്ന് നിന്നായിരുന്നെങ്കിൽ, ഒന്ന് കാണാൻ പറ്റിയായിരുന്നെങ്കിൽ, ഒന്ന് സംസാരിക്കാൻ, എന്നെ വെറുതെ ഒന്ന് പേരൊന്ന് വിളിച്ചായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മളിങ്ങനെ എപ്പോഴും ആലോചിച്ച് പോവും. നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ ഒരിതില്ലെന്നല്ല ഞാൻ പറയണത്, പക്ഷേ നമുക്ക് അവരുടെ ഓർമ്മകൾ, നമ്മളേറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഓർമ്മകളൊക്കെ നമുക്ക് ഭയങ്കര വേദനയായിട്ട് മാറുന്ന സമയം, അവരില്ലാതെ ആവണ സമയം. അപ്പോൾ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴും നമ്മുടെ നെഞ്ച് തകർന്നു പോകും. അതേപോലെ അപ്പോൾ അവർ നമ്മുടെ ഒപ്പം ജീവിച്ചിരിക്കണ സമയമുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇരിക്കാൻ പറ്റണ സമയത്തൊക്കെ നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കണം, അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണം. മനുഷ്യരുടെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല, ഇന്ന് കാണുന്നവരെ നാളെ കാണില്ല. അപ്പം അവരെന്തെങ്കിലും വയസ്സായവരൊക്കെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളൊക്കെ പറയുവാണെങ്കിൽ അതൊക്കെ സാധിച്ചു കൊടുക്കണം. അവരോടൊപ്പം കുറച്ച് സമയമെങ്കിലും നമ്മുടെ ഹസ്ബൻഡിൻ്റെ കൂടെയും പിള്ളേരുടെ കൂടെയൊക്കെ ചിലവഴിക്കുന്ന സമയത്തിൻ്റെ ഒരു ചെറിയ ശതമാനമെങ്കിലും നമ്മൾ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തണം. നമ്മൾ അവരെ സ്നേഹിക്കണം, അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. ഇപ്പോൾ ഈ ഭാഗ്യമില്ല എന്ന് പറയണവരോടാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ അച്ഛനും അമ്മയും തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയണത്. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമുക്ക് വേറെ ഒരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ.